സിനിമാ കോൺക്ലേവിന്റെ അവസാന ദിവസമാണ് ഇന്ന്. മലയാള സിനിമയുമായി ബന്ധപ്പെട്ട ഒരു നയരൂപീകരണത്തിലേക്ക് ഒരു ചരിത്രപരമായ ഒരു കോൺക്ലേവ് ആണ്, ഒരു സംശയവുമില്ല. എന്നാലും അതുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ, ചില ശുപാർശകളൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം എന്തൊക്കെ ശുപാർശകളാണ് നിലവിൽ മുന്നോട്ട് വന്നിട്ടുള്ളത് ഈ കോൺക്ലേവിൽ എന്ന് ആദ്യം നോക്കാം. മലയാളത്തിൽ സെൻസറിംഗ് ആണ് ഈ കോൺക്ലേവിൽ ഒരു പ്രധാന ചർച്ചാ വിഷയമായി ഉയർന്നു വന്നിരിക്കുന്നത്. നോക്കൂ, അതായത് സിനിമയുടെ പ്രമേയവുമായി ബന്ധപ്പെട്ട് ചില നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ ചില നിബന്ധനകളൊക്കെ വേണം എന്നൊരു ആവശ്യം ഈ ചർച്ചയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് സിനിമയുടെ പ്രമേയവുമായി ബന്ധപ്പെട്ട്, അതായത് ധാർമ്മിക ഉത്തരവാദിത്തമുള്ള ഉള്ളടക്കമായിരിക്കണം സിനിമയുടേത്. അതായത് സിനിമയുടെ കഥയുമായി ബന്ധപ്പെട്ട് ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി സമൂഹത്തിനോടുള്ള തരത്തിലുള്ള സ്റ്റോറി ആയിരിക്കണം, കഥയായിരിക്കണം എന്നുള്ളതാണ് ഒരു നിർദ്ദേശമായി ഉയർന്നു വന്നിട്ടുള്ളത്. സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ടും മാനദണ്ഡങ്ങൾ വേണം. നോക്കൂ, ഈ കാണുന്നതുപോലെ ലൈംഗികാതിക്രമം, ജാതി ദുരുപയോഗം, വിദ്വേഷ പ്രസംഗം, ഈ രംഗങ്ങൾ സിനിമയിലുണ്ടെങ്കിൽ അത് എങ്ങനെ ചിത്രീകരിക്കണം, എങ്ങനെയായിരിക്കണം അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടത്, അതുമായി സംബന്ധിച്ച് ചില മാർഗനിർദ്ദേശങ്ങൾ രൂപീകരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇടയ്ക്ക് ഇറങ്ങിയ മാർക്കോ പോലെയുള്ള ചില ചിത്രങ്ങളിലെ വയലൻസുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വിമർശനങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ വയലൻസ് ഒക്കെ ചിത്രീകരിക്കുന്ന സമയത്ത് നിബന്ധനകൾ വേണം, ഒരു ഗൈഡ് ലൈൻ വേണം എന്നൊരു നിർദ്ദേശം ഉയർന്നിട്ടുള്ളത്. സിനിമയുടെ കഥ മനസാക്ഷിക്ക് നിരക്കുന്നതാകണം, ഇങ്ങനെയും ഒരു നിർദ്ദേശം ഉയർന്നു വന്നിട്ടുണ്ട്. അതായത് മനസാക്ഷിക്ക് നിരക്കുന്നതാകണം പ്രമേയം എന്നുള്ളത്. അതോടൊപ്പം തന്നെ സ്വാധീന ശേഷിയുള്ളതാകണം സിനിമ എന്ന് ഒരു നിർദ്ദേശവും ഉയർന്നു വന്നിട്ടുണ്ട്. പ്രമേയം സ്വാധീന ശേഷിയുള്ളതായിരിക്കണം. സെൻസർ ബോർഡിൽ ജെൻഡർ ജസ്റ്റിസ്, സൈക്കോളജി, അതോടൊപ്പം തന്നെ ദളിത്, LGBTQIA ഈ വിദഗ്ധർ, അതായത് ഈ സെൻസർ ബോർഡിൽ ഉള്ള ആരൊക്കെയാണ് ഉണ്ടാകേണ്ടത്, ഈ ഒരു സിനിമയുടെ സെൻസറിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു ബോർഡിന് മുന്നിലേക്ക് എത്തുമ്പോൾ ഈ പറയുന്നത് പോലെ അതിൽ ജെൻഡർ ജസ്റ്റിസ് ഒക്കെ ഉറപ്പാക്കാൻ കഴിയുന്ന സൈക്കോളജിസ്റ്റ് ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ദളിത് ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടാകണം. അതോടൊപ്പം തന്നെ LGBTQIA, അതായത് എല്ലാ രീതിയിലുള്ള ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് ആരും ഒരു പ്രത്യേക ഒരു സമൂഹത്തിൽ ഒരു വിഭാഗം ക്രൂശിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കാൻ എല്ലാവരുടെയും, നോക്കൂ ഈ കാണുന്നതുപോലെ എല്ലാവരുടെയും ഒരു പ്രാതിനിധ്യം ഉണ്ടാകണമെന്നൊരു നിർദ്ദേശം കൂടി ഈ സിനിമാ കോൺക്ലേവിൽ ഉയർന്നു വരുന്നുണ്ട്. രാഹുൽ ജി നാഥ് നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, പല നിർദ്ദേശങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. സ്വാഭാവികമായും ഇതെല്ലാം ഈ ഘട്ടത്തിൽ അതിൻ്റെ ഒരു ചർച്ചകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു നയരൂപീകരണത്തിനുള്ള അടിസ്ഥാനപരമായ ഒരു ചർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സെൻസറിങ്ങുമായൊക്കെ ബന്ധപ്പെട്ട് സ്വാഭാവികമായും പല ആശങ്കകൾ സ്വാഭാവികമായും ഈ സിനിമയുടെ സംവിധായകർക്കും നിർമ്മാതാക്കൾക്കും തിരക്കഥാകൃത്തുക്കൾക്കും ഒക്കെ ഉണ്ടാകും. സെൻസറിങ് വന്നാൽ എങ്ങനെ അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തേക്കുള്ള ഒരു കടന്നു കയറ്റമാകുമോ എന്നൊരു ആശങ്കയൊക്കെ ഉണ്ടാകും. ഈ ഘട്ടത്തിൽ ചർച്ചകൾ അത് ഏത് രീതിയിലാണ് രാഹുൽ? എന്തായാലും ചർച്ചകൾക്ക് വേണ്ടി ഈ കരട് നയം നിർമ്മിക്കാനുള്ള ചർച്ചാരേഖയിലാണിത് പറഞ്ഞിട്ടുള്ളത്. കാരണം നമുക്കറിയാം, ഷാജിയൻ കരുണിന്റെ നേതൃത്വത്തിൽ ഒരു സമിതി രൂപീകരിച്ച് പല കുറി ചർച്ച നടത്തിയിരുന്ന സിനിമാ സംഘടനകളുമായി അവരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് വേണ്ടിയുള്ള കാര്യമായി വരുന്നത്. അതായത് സെൻസറിങ് വരുമ്പോൾ ആര് സൂചിപ്പിച്ചതുപോലെ നിരവധി കലാകാരന്മാർക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ബാധിക്കുമോ എന്നുള്ള പ്രശ്നം ഉന്നയിക്കപ്പെടുന്നുണ്ട്. കാരണം ഇതിൽ വസ്തുതാപരമായി ചൂണ്ടിക്കാട്ടാൻ കഴിയുന്ന കാര്യം ലൈംഗിക അതിക്രമം, ജാതി ദുരുപയോഗം, വിദ്വേഷ പ്രസംഗം എന്നിവ ഉപയോഗിക്കുമ്പോൾ അതിൽ ഒരു സൂക്ഷ്മ മാനദണ്ഡം കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇവിടെ സൂചിപ്പിക്കുന്നത് പോലെ മനസാക്ഷിക്ക് നിരക്കുന്ന സിനിമയായിരിക്കണം, അത് സമൂഹത്തിന് മൂല്യബോധം പകരുന്നതായിരിക്കണം എന്ന് പറയുമ്പോൾ ഈ മനസാക്ഷി എന്ന് പറയുന്നത് അത് ബോധ്യങ്ങളിൽ നിന്നുണ്ടാക്കുന്നതാണ്. ആ ബോധ്യങ്ങളിൽ നിന്നുകൊണ്ടാണ് ഒരു കലാകാരൻ സിനിമ ചെയ്യുന്നത്. അപ്പോൾ ആ ബോധ്യത്തിൻ്റെ പരിധി എന്താണ് എന്നുള്ള ചോദ്യം വരുന്നു. എന്ത് മൂല്യം പകരണം എന്നുള്ളത് ആവിഷ്കാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ആ മൂല്യത്തിലും കൈകടത്താൻ സെൻസർ ബോർഡ് എത്തുമോ എന്നുള്ള ആശങ്ക നിലവിൽ കലാപ്രവർത്തകർ പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോഴും പറയേണ്ട കാര്യം, നിരവധി സംഘടനകളുമായി ചർച്ച നടത്തിയ ശേഷമാണ് ഇത്തരത്തിലൊരു കരടുണ്ടാകുന്നതും ഇത്തരത്തിലൊരു ചർച്ചയ്ക്കായുള്ള സെൻസറിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതെന്തായാലും വലിയ ചർച്ചയാവുകയാണ്. നിലവിലിപ്പോൾ രാവിലെ മന്ത്രി നമ്മോട് പ്രതികരിച്ചപ്പോൾ